അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പേജ് നമ്പർ 129. ഓക്കെ, മദർഹുഡ് എന്ന് പറയുന്ന പാഠഭാഗത്തേക്കാണ്. ഓക്കെ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യൂട്രസ് ഈസ് ദ യുണീക്ക് ഓർഗൻ വെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ് ടേക്ക് പ്ലേസ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് എന്താണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും നടക്കുന്ന ഏറ്റവും സവിശേഷമായ അവയവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, യൂട്രസ് എന്ന് പറഞ്ഞാൽ ദ യൂണീക്ക് ഓർഗൻ, ഏറ്റവും സവിശേഷമായ അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേക തരത്തിലുള്ള ഒരു അവയവമാണ്. വെയർ, അവിടെ, ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും അതുപോലെ തന്നെ വികാസവും സംഭവിക്കുന്നു. ആൻഡ് ഓഫ് ദ ഫീറ്റസ് ടേക്സ് പ്ലേസ്, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും സംഭവിക്കുന്ന ഒരു അവയവമാണ് ഗർഭപാത്രം. അത് കാണപ്പെടുന്ന എവിടെയാണ്? അമ്മയുടെ ഉദരത്തിലാണ്. ഓക്കെ, അല്ലെങ്കിൽ വയറിൻ്റെ താഴെയാണ്. ദ യൂട്രസ് ഈസ് സ്ട്രോങ് ഇനഫ് ടു ഹോൾഡ് ആൻ അഡീഷണൽ വെയ്റ്റ് ഓഫ് 10 to 12 kg. അതായത് ഈ യൂട്രസിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഈ യൂട്രസ് എങ്ങനെയാണ് 10 മുതൽ 12 കിലോഗ്രാം വരെ ഭാരത്തെ താങ്ങുവാനുള്ള കഴിവുള്ള ഒരു ആന്തരിക അവയവമാണ് എന്ത്? യൂട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് അബൌട്ട് 2 liters ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ 2 ലിറ്റർ അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന, അതായത് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഗർഭസ്ഥ ശിശു കിടക്കുന്ന ആ ദ്രാവകമാണ്. അപ്പോൾ 10 മുതൽ 12 കിലോഗ്രാം വരെ ഭാരം ഇതിന് താങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ലിറ്ററോളം അമിനോട്ടിക് ഫ്ലൂയിഡും ഇതിനകത്ത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. വിച്ച് ദ ഫീറ്റസ് ഗ്രോ എലോങ് വിത്ത് ദ പ്ലാസൻഡ. അപ്പോൾ എന്താണ് ഈ അമിനോട്ടിക് ഫ്ലൂയിഡിനകത്ത്? എന്താണ് വിത്ത് ദ ഫീറ്റസ് ഗ്രോ? അതിനകത്താണ് ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു വളരുകയും എലോങ് വിത്ത് പ്ലാസൻഡയോട് കൂടി വളരുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗർഭകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡ്യൂറിങ് ദിസ് പീരീഡ്, അതായത് ഗർഭകാലത്ത്, ദ യൂട്രസ് എക്സ്പാൻഡ്സ് 500 to 1000 ടൈംസ്. അതായത് സാധാരണ യൂട്രസിൻ്റെ വലിപ്പത്തേക്കാൾ 500 മുതൽ 1000 വരെ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുന്നു? യൂട്രസ് ഗർഭകാലത്ത് വളരുന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ്, അതായത് ഗർഭകാലത്ത്, ദ യൂട്രസ് എക്സ്പാൻഡ്സ്, യൂട്രസ് വളരുന്നു 500 to 1000 ടൈംസ്, 500 മുതൽ 1000 ഇരട്ടി വരെയായിട്ട്. അത്രയും മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എ യൂട്രസ് ദാറ്റ് പ്ലേസ് എ മെയിൻ റോൾ ഇൻ ചൈൽഡ്സ് ബർത്ത്. അതായത് ഒരു കുട്ടിയുടെ ജനനത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത്? പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാഗമാണ്, ശരീര ആന്തരിക ഓർഗൻ ആണ് എന്ന് പറയുന്നത് ഈ ഗർഭപാത്രം തന്നെയാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ആന്തരിക അവയവമാണ് യൂട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ സ്ട്രോങ് കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ ഈ കുഞ്ഞ് വളരുക മാത്രമല്ല, ഈ പ്രസവം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കട്ടിയായ സങ്കോചത്തിലൂടെ കുഞ്ഞിനെ പുറന്തള്ളിക്കൊണ്ട് കുഞ്ഞിന് ജന്മം നൽകുന്നത് സാധ്യമാക്കി തീർക്കുന്നതും എന്താണ്? യൂട്രസ് തന്നെയാണ്. വാട്ട് എൽസ് ഈസ് ഗ്രേറ്റർ ഇൻ ദിസ് വേൾഡ് ദാൻ മദർഹുഡ് ദാറ്റ് ഇൻവോൾവ്സ് ചൈൽഡ് ബർത്ത് ആൻഡ് ലാക്ടേഷൻ. അതായത് പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഈ ലോകത്ത് ഈ മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വത്തെക്കാൾ വലുതായിട്ട് എന്തുണ്ട്? കാരണം എന്താണ്? കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് എന്താണ്? കുഞ്ഞിന് മദർഹുഡ് ദാറ്റ് ഇൻവോൾവ്സ് ചൈൽഡ് ബർത്ത്, അതായത് കുഞ്ഞിന് ജന്മം നൽകുകയും ആൻഡ് ലാക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലൂട്ടുകയും ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് എന്തുണ്ട് എന്നാണ് നമ്മളോട് ഒരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്ത പാർട്ട്, അതായത് ആ ബോക്സിന് താഴെയുള്ള ഭാഗം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കെയർ ആൻഡ് ന്യൂട്രീഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പാച്ചുറേഷൻ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ്? ഗർഭകാലത്ത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യുന്നത്? പരിചരണം നൽകുക എന്നും എങ്ങനെയാണ് പ്രസവം നടക്കുന്നതെന്ന്. ന്യൂട്രീഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് പാച്ചുറേഷൻ, അതായത് പ്രസവ സമയത്തും എന്തെല്ലാം കാര്യങ്ങളിലുള്ള ഭക്ഷണവും കാര്യങ്ങളുമൊക്കെയാണ് നൽകേണ്ടതെന്ന്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഹൗ ഷുഡ് ദ ന്യൂട്രീഷ്യൻ
ന്യൂട്രീഷൻ ആൻഡ് കെയർ ഓഫ് ദ ന്യൂ ബോൺ ബേബി ബി. എങ്ങനെയായിരിക്കണം ഒരു നവജാത ശിശുവിന് എങ്ങനെയാണ് നവജാത ശിശുവിന് പോഷണം, പരിചരണം എന്നിവ നൽകേണ്ടതെന്ന് അതാണ് ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നൽകിയിരിക്കുന്ന പോസ്റ്റർ അത് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനലൈസ് ദ ഗിവൺ പോസ്റ്റർ, അതായത് നൽകിയിരിക്കുന്ന ആ പോസ്റ്ററിനെ നമ്മളോട് വിശകലനം ചെയ്ത് ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതിയിരിക്കുന്ന കുറിപ്പുകൾ വായിച്ച് ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ്, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു തലക്കെട്ട് തന്നിട്ടുണ്ട്. വാട്ട് എൽസ് ഈസ് ആസ് വാല്യുബിൾ ആസ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുലപ്പാലിനോളം അമൂല്യമായിട്ട് എന്താണുള്ളത്? വാട്ട് എൽസ് എന്താണുള്ളത്? ഈസ് ആസ് വാല്യുബിൾ ആസ് മുലപ്പാലിനേക്കാൾ അമൂല്യമായിട്ട് എന്താണുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ഇനി നമ്മൾ ആ പാരഗ്രാഫ് തന്നിരിക്കുന്ന ഇതിലേക്ക് പോവുകയാണ്. കൊളസ്ട്രോം, എ ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക്. അപ്പോൾ കൊളസ്ട്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റായിട്ട്, അതായത് വളരെ മഞ്ഞ നിറത്തിലുള്ള ഒരു മിൽക്ക് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ്? ഒരു മിൽക്ക് ആണ്, അല്ലെങ്കിൽ പാലാണ്. പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗീവിങ് ബർത്ത്. അത് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എപ്പോഴാണ്? പെട്ടെന്ന് തന്നെ, അതായത് കുഞ്ഞിന് ജന്മം നൽകിയതിന് അപ്പം തന്നെ അതിന് ശേഷമാണ് ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആ മിൽക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ബർത്ത് മസ്റ്റ് ബി കമ്പൽസറി ഫെഡ് ടു ദ ബേബി. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ മിൽക്ക് ഉറപ്പായിട്ടും കുഞ്ഞിനെ എന്ത് ചെയ്യണം? കുഞ്ഞിന് കൊടുത്തിരിക്കണം. ദിസ് വിൽ ഗീവ് ദ ബേബി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. ആ മിൽക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആജീവനാന്തം, ലൈഫ് ലോങ് എന്ന് വെച്ചാൽ ആജീവനാന്തം, അതായത് ജീവൻ ഉള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് എന്ത് നൽകും? പ്രതിരോധ ശേഷി നൽകും. അപ്പം ഈ കൊളസ്ട്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിച്ച ഉടൻ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇളം മഞ്ഞ നിറത്തിലുള്ള അമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിന് പറയുന്ന പേരാണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. അത് അപ്പോൾ തന്നെ കുഞ്ഞിന് കൊടുത്തിരിക്കണം. കാരണം കുഞ്ഞിന് എന്ത് കിട്ടുന്നു? ലൈഫ് ലോങ്, ജീവിതാവസാനം വരെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നു. ഓൺലി ബ്രസ്റ്റ് ഫീഡ് ഷുഡ് ബി ഗീവൺ. അതായത് എന്താണ് ചെയ്യുന്നത്? ബ്രസ്റ്റ് ഫീഡ് ആയിരിക്കണം. ഷുഡ് ബി ഗീവൺ അപ് ടു 6 months. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ആ കുഞ്ഞിനെ മുലയൂട്ടിയാൽ മാത്രം മതി. ദർ ഈസ് നോ നീഡ് ടു ഗീവ് പോറിച്ച് ഓർ അതർ ലിക്വിഡ് ഫുഡ് ഐറ്റംസ് ടു ദ ബേബി. അതുപോലെ തന്നെ കുഞ്ഞിന് കുറുക്കോ അതുപോലെയുള്ള പദാർത്ഥങ്ങളോ ജനിച്ച് 6 മാസം വരെ കൊടുക്കണ്ട. അമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ പാല് മാത്രം കൊടുത്താൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എ ബേബി ഷുഡ് ബി ബ്രസ്റ്റ് ഫെഡ് ഫോർ എ അറ്റ്ലീസ്റ്റ് ഫോർ 2 years. അതായത് ഒരു കുഞ്ഞിന് എത്ര നാളത്തേക്ക്? ഏറ്റവും കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും മുലയൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേബി ഷുഡ് ബി ബ്രസ്റ്റ് ഫെഡ് ഫോർ അറ്റ്ലീസ്റ്റ് 2 years. ബേബി 2 വർഷത്തേക്കെങ്കിലും ബ്രസ്റ്റ് ഫെഡ് മുലയൂട്ടിയിരിക്കണം. ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ്സ് ദ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ബ്രസ്റ്റ് മിൽക്ക്, അതായത് മുലപ്പാൽ, പ്രൊവൈഡ്സ് നൽകുന്നു, ന്യൂട്രിയൻസ് പോഷകങ്ങൾ, നീഡഡ് ആവശ്യമായത്, ഫോർ ദ ഗ്രോത്ത് വളർച്ചയ്ക്ക്, ആൻഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വികാസം. ഓക്കെ, അപ്പം ബ്രസ്റ്റ് മിൽക്ക് എന്താണ് നൽകുന്നത്? മുലപ്പാൽ ബുദ്ധിയുടെ വികാസത്തിനും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യവുമായതെല്ലാം നൽകുന്നു. അതുകൊണ്ട് ഒരു കുഞ്ഞു ജനിച്ചാൽ അറ്റ്ലീസ്റ്റ് 2 years ഹി ഷുഡ് ബി ബ്രസ്റ്റ് ഫെഡ്, മുലയൂട്ടിയിരിക്കണം. 6 months 6 മാസം അവന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതി. ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻസ് ആൻറ്റിബോഡീസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ബേബി അഗൻസ്റ്റ് ഇൻഫെക്ഷൻ. അതായത് ബ്രസ്റ്റ് മിൽക്ക് എന്ത് ചെയ്യുന്നു? ബ്രസ്റ്റ് മിൽക്ക് ഉൾക്കൊള്ളുന്നു ആൻറ്റിബോഡീസ്, അതായത് ആൻറ്റിബോഡികൾ ഉൾക്കൊള്ളുന്നു. അതെന്താണ് ചെയ്യുന്നത്? ദാറ്റ് പ്രൊട്ടക്റ്റ് ദ ബേബി അഗൻസ്റ്റ് ഇൻഫെക്ഷൻ. അത് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഡയറിയ അല്ലെങ്കിൽ വയറിളക്കത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ്? റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ആൻഡ് അലർജിയിൽ നിന്ന് രക്ഷിക്കുന്നു. അവസാനമായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ആൻഡ്
പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മുലപ്പാലിൽ എന്താണ് ചെയ്യുന്നത്? മുലപ്പാൽ എന്ത് ചെയ്യുന്നു? ശരീര ഊഷ്മാവ്, അതായത് ബോഡി ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന്, അതായത് ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതിനും ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണത്തെ തടയുന്നതിനും എന്ത് ചെയ്യുന്നു? മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക് പോവുകയാണ്.